ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് പപ്പ, അതായത് ഭയം ഭക്തി ബഹുമാനം ഈ സിനിമയെ കുറിച്ചിട്ടാണ്. ഗോകുലം ഗോപാലനും കൃഷ്ണമൂർത്തിയും കൂടി നിർമ്മിച്ച് ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത മൂവിയാണ് പപ്പ. ജനപ്രിയ നായകന്റെ ഒരു തിരിച്ചുവരവാണോ ബബ്ബ. തിയേറ്ററുകൾ പൂരപ്പുറമാക്കിക്കൊണ്ട് മുന്നേറുകയാണ് ബബ്ബ. വളരെ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ പഴയ ദിലീപേട്ടനെ വീണ്ടും സ്ക്രീനിൽ കാണാൻ സാധിച്ചത്. അത്രയും നാള് നമ്മൾ കണ്ടു മറന്ന് ആ ഒരു ഫീലോട് കൂടി ദിലീപേട്ടന്റെ പവർ പാക്ക് പെർഫോമൻസ് തന്നെയായിരുന്നു ഈ ബബ്ബ. ദിലീപേട്ടന്റെ ഒട്ടുമിക്ക നല്ല കഥാപാത്രങ്ങൾ എല്ലാം കൂടി ഒറ്റ സിനിമയിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും? അത് തന്നെയായിരുന്നു സിനിമയിൽ. ദിലീപേട്ടൻ ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തേക്കുന്ന എഫേർട്ട് ചെറുതൊന്നും അല്ല, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇനി തിയേറ്ററിലേക്ക് ആളെ കയറ്റാൻ പറ്റിയ അടുത്ത മെയിൻ എലമെന്റ് നമ്മുടെ ലാലേട്ടൻ. ഈ സിനിമയുടെ ബലം എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടന്റെ എനർജി സ്വാഗും തന്നെയാണ്. എല്ലാവരും വിചാരിക്കും ഇത് ലാലേട്ടൻ ഒരു ക്യാമിയോ റോളാണ്, പക്ഷെ നല്ല പവർഫുൾ ക്യാരക്ടർ റോൾ തന്നെയാണ്. ഗില്ലി ബാല വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും തുടങ്ങി ഒട്ടനവധി ക്യാരക്ടേഴ്സ് വന്നു പോകുന്ന ഒരു കിടിലം പടം തന്നെയാണ് ബബ്ബ. ദിലീപേട്ടന്റെ ക്യാരക്ടറിനെക്കാൾ ഒരുപടി താഴത്താണെങ്കിലും വിനീത് ശ്രീനിവാസന്റെ റോളും അതിഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം ചെയ്തേക്കുന്നത്. ഈ സിനിമയിൽ അതോടൊപ്പം തന്നെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് അത് ചെയ്ത അതിലും ഗംഭീരമായ ആക്ടേഴ്സ്, ബൈജേട്ടനായിക്കോട്ടെ, അശോകേട്ടനായിക്കോട്ടെ, ശരണ്യച്ചി ആയിക്കോട്ടെ, ഭാലു വർഗീസ് ആയിക്കോട്ടെ, അങ്ങനെ ഒട്ടനവധി ക്യാരക്ടേഴ്സ് ആണ് ഈ സിനിമയിൽ വന്നു പോകുന്നത്. ഈ സിനിമയുടെ സംവിധായകൻ ധനഞ്ജയ് ശങ്കർ വിനീത് സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയതിന്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്റർടൈൻമെന്റ് എന്നുള്ള ഒറ്റ വാക്കിലാണ് ഈ സിനിമ കംപ്ലീറ്റ് ആയിട്ട് റൺ ചെയ്തേക്കുന്നത്. പിന്നെ ഈ സിനിമയിലെ ഗസ്റ്റ് റോൾസ് എന്റെ പൊന്നോ, കാക്കൊന്ന് വിരുന്ന് വിളിച്ചാൽ പോലും ഇത്ര ആൾക്കാർ വരില്ല എന്ന് പറയണ പോലെയാ. അതിന് മാത്രം ഗസ്റ്റ് അപ്പിയറൻസസ് ഈ മൂവിയിലുണ്ട്, അതും ഒന്നിനൊന്നും മെച്ചം. അടിപൊളിയായിട്ട് എല്ലാവരും ചെയ്തേക്കുന്നത്. ഇതേപോലത്തെ നല്ല നല്ല ഗംഭീര സിനിമകൾ ഉണ്ടാക്കണമെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഭാഗം ചെറുതൊന്നും ആവില്ല. ശ്രീ ഗോകുലം ഗോപാലൻ സർ വേറൊന്നിനു വേണ്ടല്ലോ. ഫാഹിം സഫറും നൂറിൻ ഷെരീഫും നല്ല ഗംഭീരമായിട്ട് ചെയ്തു വെച്ചേക്കുന്ന ഡയലോഗ്സും സ്ക്രീൻ പ്ലേയും. ഒരു ഉദയകൃഷ്ണ മൂവി കാണുന്ന പോലത്തെ ഒരു എഫക്ട് തന്നെയായിരുന്നു ഈ മൂവി. ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാനാണ്, BGM ചെയ്തിരിക്കുന്നതോ ഗോപിചന്ദറും. എനിക്ക് തോന്നുന്നു ഗോപിചന്ദർ ആയിരിക്കണം ഷാൻ റഹ്മാനേക്കാൾ ഇത്രയും കൂടി ഈ സിനിമയിൽ പണിയെടുത്തിരിക്കുന്നത്. കാരണം ഈ സിനിമയുടെ BGM പോകുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ സിനിമയിൽ യാത്ര ചെയ്യാൻ സാധിക്കും. ഒരുപാട് ഗംഭീര റെഫറൻസ് ഉണ്ട് ഈ പടത്തില്. ആഘോഷിക്കാൻ വേണ്ടി മാത്രം നിർമ്മിച്ചൊരു പടം. ഇതിൽ ലോജിക്ക് നോക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ സിനിമയിലെ ചെറിയൊരു പോരായ്മ എന്താന്ന് വെച്ചാൽ വിഷ്വൽസ് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു, കൂടാതെ തന്നെ VFX. എന്നിരുന്നാലും ഈ സിനിമ പ്രേക്ഷകർ കണ്ടിരിക്കും തന്നെയാണ് എന്റെ വിശ്വാസം. ഒരു നല്ല കളർഫുൾ പടം, ചെറിയ പൊടിപ്പടക്കം തൊട്ട് അങ്ങ് ആറ്റം ബോംബ് വരെ പോട്ട് നല്ല കിടിലം പടം. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റും നമുക്ക് നടക്കുന്നത് അറിയാം. പക്ഷെ സിനിമയായിട്ട് കാണാൻ നമ്മൾ ആദ്യം പഠിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് ഉത്സവമാക്കാൻ അല്ലെങ്കിൽ ഈ വരുന്ന ക്രിസ്മസ് ന്യൂ ഇയർ രാവുകൾക്ക് ഒരു ആഘോഷമാക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ദിലീപ് ചിത്രങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്ന ഈ കാലത്ത് ഇത്രയും ഗംഭീരമായ ഒരു സിനിമ തിയേറ്ററിൽ എത്തിച്ച് അത് സക്സസ് ആക്കാന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. നമ്മുടെ ഉത്സവകാലങ്ങളെല്ലാം കളറാക്കാനായിട്ട് ദിലീപ് ചിത്രങ്ങൾക്ക് വലിയ രീതിയിൽ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ചരിത്രം ഇനിയും തുടരും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ന്യൂ ഇയർ ക്രിസ്മസ് കാലം ദിലീപ് ഏട്ടന്റെ ഭബ്ബ റാഞ്ചി എന്നുള്ളത്. പുതിയൊരു ചിത്രത്തിന്റെ വിശേഷവുമായി നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഗൈസ്.